ഹലോ ഫ്രണ്ട്സ്, ലീസ് കിച്ചൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി മൈസൂർ ബോണ്ടയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി പച്ചമുളക്, ഉള്ളി, കരിവേപ്പില, ഇഞ്ചി, മല്ലിച്ചപ്പ് ഇതെല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ മുട്ട എടുത്ത് വെച്ചിട്ടുണ്ട്, മൈദപ്പൊടി, തൈര്. അപ്പോൾ നമ്മൾ ആദ്യം ബൗളിലേക്ക് തൈര് ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 കപ്പ് തൈര് നല്ലോണം ഉപ്പിട്ടിട്ട് നല്ലോണം മിക്സാക്കിയതിന് ശേഷം അതിലോട്ട് ഒരു മുട്ട ഉടച്ചൊഴിക്കുന്നുണ്ട്. മുട്ട വേണമെന്നില്ല, ഈ ബേക്കിംഗ് സോഡ ഇട്ടാലും മതിയാണ്. പിന്നെ ഞാൻ മുട്ടയാണ് ഇട്ടത്. ബേക്കിംഗ് സോഡ ഇട്ടത് നല്ലോണം പൊന്തി വരും മാവ്. അപ്പോൾ നല്ലോണം മിക്സാക്കിയതിന് ശേഷം നമുക്ക് 2 കപ്പ് മൈദപ്പൊടി എടുത്തിട്ട് നല്ലോണം മിക്സാക്കാം. 1 കപ്പ് ആദ്യം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി 1 കപ്പ് ഇട്ടിട്ട് നല്ലോണം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം മിക്സാക്കുക. അപ്പോൾ അതിൻ്റെ കൂടെ ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, മല്ലിച്ചപ്പ്, ഒരു ഉള്ളി കട്ട് ചെയ്ത് ഇതെല്ലാം കൂടെ നല്ലോണം മിക്സാക്കി ഒരു അരമണിക്കൂർ വെക്കണം റെസ്റ്റ് ചെയ്യേണ്ടിയിട്ട്. അപ്പോൾ വെള്ളം ഒഴിച്ച് നല്ലോണം മിക്സാക്കി കൊടുക്കാം. അപ്പം നല്ലോണം കുറച്ച് സമയം റെസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്കത് ഒരു ചട്ടി വെച്ച് അടുപ്പിൽ ചുട്ടെടുക്കാം. അപ്പോൾ നല്ലോണം മിക്സ് ആയിട്ടുണ്ട് മാവ്. കുറച്ചൊരു വെള്ളം ജാസ്തി ആയിപ്പോയി, അതുകൊണ്ട് തന്നെ വട അതിൻ്റേതായ രീതിയിൽ കുറച്ചൊരു വ്യത്യാസം ഉണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ആയിട്ടുണ്ടായിരുന്നു, കഴിക്കാൻ അടിപൊളി വടയായിരുന്നു. മൈസൂർ ബോണ്ട വടയല്ല, സോറി. അപ്പോൾ ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് നമ്മൾ ഗോൾഡ് വിന്നറാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ എണ്ണ ഒഴിച്ച് ചൂടായതിന് ശേഷം നമുക്ക് ഓരോന്നോരോന്നായിട്ട് ചുട്ടെടുക്കാം. ബോളായിട്ട് വന്നിട്ടില്ല, കുറച്ച് ഒരു ഷേപ്പെല്ലാം മാറിപ്പോയിട്ടുണ്ടായിരുന്നു. സാരമില്ല, ഫസ്റ്റ് ട്രൈ ചെയ്യുന്നില്ല. അപ്പോൾ അത് ഓരോന്നോരോന്നായിട്ട് ചുട്ടെടുക്കുന്നുണ്ട്. മൈസൂർ ബോണ്ട കഴിച്ച ആളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. ഇത് മൈസൂർ ബോണ്ട ആയിട്ടില്ല, ചെറിയ മിസ്റ്റേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ലോണം വെന്തിട്ടുണ്ട്. അത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം. ഞാനതൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. എനിക്ക് അടുത്ത ട്രിപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ ബാറ്റർ കലക്കുമ്പം കുറച്ച് വെള്ളം കലക്കണമായിരുന്നു, അത് ആലോചിച്ചിട്ടില്ല. അപ്പോൾ അത് രണ്ടാമത്തെ ട്രിപ്പ് ഞാൻ സൈഡിൽ ഇപ്പോൾ തിരിച്ചിട്ട് നല്ലോണം വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ രണ്ടാമത്തെ ട്രിപ്പ് ഇട്ടതും നല്ലോണം വെന്തിട്ടുണ്ട്. നമുക്കത് ഒരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ട് ഞാനതിന് വേണ്ടിയിട്ട് കുറച്ച് ചട്നി അരച്ചിട്ടുണ്ടായിരുന്നു. തേങ്ങ, പച്ചമുളക്, പുതിന എല്ലാം ഇട്ടിട്ട് നല്ലോണം തേങ്ങ മിക്സിയിലിട്ട് അരച്ചതിന് ശേഷം അത് കറിവേപ്പിലയും മുളകും ഇട്ടിട്ട് നല്ലോണം വറുത്തിട്ടിട്ട് ഞാനിതിനൊരു ചട്നി കൂടെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ചായേൻ്റെ കൂടെ നമുക്ക് സൂപ്പറായിട്ട് ഈവനിങ് സ്നാക്സായിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് കമൻ്റ് ഇടുക. പിന്നെ എൻ്റെ വീഡിയോസ് എല്ലാം ഒന്ന് കാണാൻ ശ്രമിക്കുക, സ്കിപ്പ് ചെയ്യാണ്ട് കാണണം. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ അടുത്ത ദിവസം തന്നെ വരും. അപ്പോൾ എൻ്റെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.